+1 അലോട്ട്മെന്റിന് ബോണസ് പോയിന്റ് ആരൊക്കെയാണ് അർഹര്, ഓരോരുത്തർക്കും എത്ര ബോണസ് പോയിന്റ് കിട്ടുമെന്ന് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു ജിപോഡ്, ഇറ്റ്സ് മീ നാഫി. ഇത്തരത്തിലുള്ള +1 അലോട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇതാ ബോണസ് പോയിന്റ് അർഹതയുള്ള വിഭാഗം. ഓരോ വിഭാഗവും അവർക്ക് ഓരോരുത്തർക്കും എത്ര ബോണസ് പോയിന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാടാ, കൃത്യനിർവഹണത്തിന് മരണമടങ്ങിയ ജവാന്മാരുടെ മക്കൾക്ക്, അതായത് പിന്നെ എന്തുണ്ട് ഇല്ലേ, നമ്മുടെ ഡ്യൂട്ടിക്കിടയിൽ മരണപ്പെട്ടു പോയ ജവാന്മാരുടെ മക്കൾക്ക് 5 ബോണസ് പോയിന്റ് കിട്ടും. അത് മാത്രമല്ല, ജവാന്മാരുടെയും എക്സ് സർവീസുകാർ, അതായത് ആർമി, നേവി, എയർഫോഴ്സ് മുതലായ ആളുകളുടെയും മക്കൾക്കും അവരെ പോലെ തന്നെ അവർ നിയമപരമായി ദത്തെടുത്ത മക്കൾക്കും 3 ബോണസ് പോയിന്റ് കിട്ടും. പിന്നെ അടുത്ത ഗ്രൂപ്പാണ് ഇത്, അടുത്തത് NCC, അതായത് 75% കുറയാത്ത ഹാജർ കേഡറ്റിന് സർവീസ് ഹാജരാക്കുന്നത്. അതായത് 75% കുറയാത്ത ഹാജരുള്ള NCC കേഡറ്റിനും, അതേപോലെ സ്കൗട്ട് ഗൈഡ്, രാഷ്ട്രപതി പുരസ്കാർ, രാജ്യ പുരസ്കാരം നേടിയവർക്കും, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, ഇവർക്കും എന്തുണ്ട് 2 വീതം ബോണസ് മാർക്ക് കിട്ടും. പിന്നെ A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ലിറ്റിൽ കൈറ്റ്സിന് എന്ത് കിട്ടും, 1 ബോണസ് മാർക്ക് കിട്ടും. സെയിം സ്കൂളിലെ വിദ്യാർത്ഥിയാണെങ്കിൽ 2 ബോണസ് മാർക്ക് കിട്ടും. സെയിം ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ 2 മാർക്ക് കിട്ടും. സെയിം താലൂക്ക് ആണെങ്കിൽ 1 മാർക്ക്. അതായത് നിങ്ങൾ അതേ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് 2 ബോണസ് മാർക്ക് ഉണ്ട്. നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന അതേ താലൂക്കിലുള്ള സ്കൂൾ ആണെങ്കിൽ എന്ത് കിട്ടും, 1 മാർക്ക് കിട്ടും. നിങ്ങൾ താമസിക്കുന്ന അതേ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 മാർക്ക് കിട്ടും. അതേപോലെ തന്നെ ഗവൺമെന്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റു സ്കൂൾ നൽകുന്ന ഗ്രേഡ് പോയിന്റ് 2 ആണ്. അതായത് നിങ്ങൾ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ എന്തില്ല, ഹയർ സെക്കൻഡറി സ്കൂളില്ല. അപ്പൊ നിങ്ങളുടെ താലൂക്കിൽ വേറെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 ബോണസ് പോയിന്റ് കിട്ടും. പിന്നെ കേരള സംസ്ഥാന ബോർഡ് നടത്തുന്ന പൊതുപരീക്ഷയിൽ, അതായത് SSLC പാസ്സായവർക്ക് 3 ബോണസ് പോയിന്റ് കിട്ടും. അങ്ങനെ പരമാവധി ഒരാൾക്ക് കിട്ടുന്ന ബോണസ് പോയിന്റ് എത്രയാടാ, 10 ആട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, മാക്സിമം ഒരാൾക്ക് കിട്ടുന്ന ബോണസ് പോയിന്റ് എത്രയാണ്, 10 ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, മേൽ പരാമർശിച്ച രീതിയിൽ ബോണസ് പോയിന്റ് അർഹത ഉണ്ടെങ്കിലും കണക്കാക്കുമ്പോൾ ഒരു അപേക്ഷ നൽകുന്ന ബോണസ് പോയിന്റ് പരമാവധി 10 ആണ്. അതായത് നിങ്ങൾക്ക് ഒരു 15 ബോണസ് പോയിന്റ് എല്ലാം കൂടി കിട്ടുന്നെങ്കിലും പരമാവധി നിങ്ങൾക്ക് എത്ര ബോണസ് പോയിന്റ് കിട്ടുള്ളൂ, 10 ബോണസ് പോയിന്റ് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ലിറ്റിൽ കൈറ്റ്സും അതും ഇതൊക്കെ ഉണ്ടായിട്ട് ഒരു 15 ബോണസ് പോയിന്റ് ഉണ്ടെങ്കിലും പരമാവധി നിങ്ങൾക്ക് എത്ര ബോണസ് പോയിന്റ് കിട്ടുള്ളൂ, 10 ഉള്ളൂ. അത് മാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 10ാം തരത്തിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാജ്യ പുരസ്കാരം നേടിയവർ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് A ലഭിച്ചില്ലാതെ എന്നിങ്ങനെയുള്ള ബോണസ് പോയിന്റിന് അർഹതയുണ്ടായിരിക്കുന്നില്ല. അതായത് 10ാം തരത്തിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞതിനുള്ള ബോണസ് പോയിന്റ് കിട്ടില്ല. ഏതൊക്കെ ബോണസ് പോയിന്റ് കിട്ടാതെ ശ്രദ്ധിക്കണേ, 10ാം തരത്തിൽ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, SSLCയിൽ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്ന ബോണസ് പോയിന്റ് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഗ്രേസ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിക്ക് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാജ്യ പുരസ്കാരം, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ് A ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ അർഹരായിരിക്കില്ല, ബോണസ് പോയിന്റ് അർഹരായിരിക്കില്ല. ഇതൊക്കെ നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ കറക്റ്റ് പറഞ്ഞ കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകരാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാജ്യ പുരസ്കാരം, അതേപോലെ തന്നെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈറ്റ്സ്, ഇതിനെയൊന്നും ബോണസ് പോയിന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബോണസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടില്ല. ബാക്കിയുള്ളതിന് ബോണസ് പോയിന്റ്, അതായത് സെയിം താലൂക്ക്, സെയിം പഞ്ചായത്ത്, സെയിം സ്കൂള്, അതിന് ബോണസ് പോയിന്റ് കിട്ടും. ബാക്കിയുള്ളതിന് ബോണസ് പോയിന്റ്, അതായത് ഈ പറഞ്ഞതിനൊന്നും ബോണസ് പോയിന്റ് നിങ്ങൾക്ക് കിട്ടില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്തരത്തിൽ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ, വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.